Raghuram. Yeah, thank you. ഞാൻ സമാധാനത്തിനുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇവരൊക്കെ എല്ലാം ഈ അരിരടി പാർട്ടീസ് ഇവരെല്ലാം അങ്ങനെ ரொம்ப சமாதானமான സമാധാനമൊന്നുമില്ല. ഈ കൊടുക്കുന്ന സ്ക്രീനിലും മാമുമായിട്ടുള്ള ഒരു ഹീറോയിൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ஹீரோயின் எக்ஸ்பீரியன்ஸ் ഹീറോയിൻ உங்க எக்ஸ்பீரியன்ஸ் ஹீரோயின் எக்ஸ்பீரியன்ஸா ഇല്ല. என்னோட ஹீரோன்றது ஒன்றும் இல்லை, நான் സ്റ്റോറിയോட ക്യാരക്ടർ ലീഡ് ക്യാരക്ടർ അതുதான் ഞാൻ ഫീൽ பண்ணேன். പക്ഷേ എന്നോട് സൈനു സാർ സാരി ഉടുത്തിട്ടാണ് ഞാൻ ഈ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഇത്തിരി ടാസ്ക് ആയിരുന്നു. ടാസ്ക് ആണ്, പക്ഷെ ഞാൻ ചെയ്ത ഫൈറ്റിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് വേറൊരു പാറ്റേൺ ആണ്, ഒരു യുദ്ധത്തിന്റെ ആ ഒരു സ്റ്റൈലായിരുന്നു. ഇറ്റ്സ് എ ട്രേറ്റ്. അത് ഒരു നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആണ്, അല്ലാതെ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയെന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യർ തന്നെയാണല്ലോ എത്ര ആർട്ടിസ്റ്റ് ആണെങ്കിലും. അപ്പോൾ അതെനിക്കിപ്പോൾ സാറാണെങ്കിലും മാം ആണെങ്കിലും ഇവരൊക്കെ എല്ലാവരും ഭയങ്കര ഹമ്പിളാണ്. ജാടയും അങ്ങനെ നമ്മുടെ അടുത്ത് നീ ആദ്യമത്ത് വന്നില്ല, നീ അവിടെ ഇരിക്കുക, അങ്ങനത്തെ ഉള്ള ആറ്റിറ്റ്യൂഡൊന്നും ഇല്ല. പുള്ളിയോട് ഞാൻ ലൈവ് കണ്ടില്ല. വളരെ സോഫ്റ്റ് ലുക്കാണ്. ആദ്യത്തെ ചിത്രമാണ്. എന്ത് കളർ ലാഷസ്, ഐ ഷാഡോ എന്താണ് കളർ, ബ്ലഷ് ഓൺ എന്ത് കളർ, അത് എന്ത് ഡ്രസ് ഇട്ട എന്ത്, ഇങ്ങനെ ആലോചിക്കുന്ന ഗേൾസിന്റെ മധ്യ ഷീസ് എ യൂണിക് പേഴ്സൺ. വെരി ഹാർഡ് വർക്ക്, വെരി ഹാർഡ് വർക്കിംഗ്. ഒരാളെ കൊണ്ട് ലൊക്കേഷൻ എല്ലാരും തമിഴ് പഠിച്ചു. நான் மலையாளம் படிக்கலான்னு வந்தது, அவங்க என்கிட்ட தமிழ் கத்துக்கிச்சு, நான் மலையாளம் கடைசிக்கு படிக்கல. അത് ലിങ്ക്ഡ് ഹീറോ ലിങ്ക്ഡ് ആയിട്ട് വരും. ദാറ്റ് ഈസ് ദ സബ്ജക്ട്. പക്ഷെ അത് അതിന്റെ മോള് പറഞ്ഞ തിയേറ്റർ കാരമല്ല, ചാടുന്ന ചേച്ചി സിനിമ എല്ലാ കഥയും അതുകൊണ്ട് ഓക്കെ ഫൈൻ. Hi, it's me Angel Raj. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടീം രഘുറാം. വെൽക്കം ഗൈസ്. Yeah, താങ്ക് യു. രഘുറാം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സംതിങ് ഈസ് ദേർ. എന്താണ് രഘുറാം? அக்கா പറയും ഫസ്റ്റ്. നിങ്ങൾ തന്നെ നായകൻ പറയണം. இல்லை, ரகுராம் இட்ஸ் அ பவர்ஃபுல் நேம். இதில் மலையாள சித்திரத்தில் ஃபுல்லி ஆக்ஷன் த்ரில்லர். ஸோ அதுதான் ரகுராமோட பேர். லைக் கேஜிஎஃப் மாதிரி மூவி. ஸோ இப்போ வர்ற கேரளாவில் இப்போது நிறைய மூவி வந்துட்டு இருக்குல்ல, இந்த கேஜிஎஃப் வந்து இந்த கேஜிஎஃப் மாதிரி இது ஒரு ஆக்ஷன் ஃபுல் அண்ட் ஃபுல் எல்லாருக்கும் பிடிக்கும். ஃபேமிலியோட ஃபுல் அண்ட் ஃபுல் ஆக்ஷன். ഓക്കേ. ആക്ഷൻ കം ത്രില്ലർ ആൻഡ് ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയോ? ക്യാരക്ടർ, സാറിന്റെ ക്യാരക്ടർ. ക്യാരക്ടർ നെയിം ഇസ് രഘുറാം. മൈ ക്യാരക്ടർസ് നെയിം ഇസ് രഘുറാം. രഘുറാം. യാ. മൂവി നെയിം ക്യാരക്ടർ നെയിം സെയിം ആണ്. യാ, സെയിം. താങ്ക് യു. ഒത്തിരി ഫൈറ്റ് ഒക്കെ ഉള്ള മൂവിയാണ്. മാമിന്റെ ഫൈറ്റ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാമോ? എനിക്ക് ഫ്രൈറ്റ് കൊടുത്തില്ലമ്മ, കൊടുത്തിട്ടില്ല. രണ്ട് ചോട്ട് വയ്ക്കും ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അത് കഷ്ടമായിപ്പോയി. ഞാൻ സമാധാനത്തിനുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇവരൊക്കെ എല്ലാം ഈ അരിരടി പാർട്ടീസ് ഇവരെല്ലാം അങ്ങനെ സമാധാനമൊന്നുമില്ല. ഈ കൊടുക്കുന്ന അത് രാജമാത അങ്ങനെ പറയാം. മലയാള സിനിമയിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് മാം. അപ്പൊ ഈ ഒരു മൂവി ചൂസ് ചെയ്യാനായിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണ്? The different character which I have not performed. ഇതുവരെ ഞാൻ ചെയ്യാതെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം ഒരു സ്ഥിരം ഒരു നായിക വേഷം വെച്ചാൽ ഒരാളെ ലവ് ചെയ്യണം, പിന്നെ അതിലൊരു ഡിപ്രഷൻ, പിന്നെ ജോയിൻ ചെയ്യും, ഇല്ല മരണപ്പെട്ട് പോകും, ഇങ്ങനെ തന്നെ ഹീറോയിൻ റോൾ. അമ്മേരോന്ന് വെച്ചാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും, കരഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു പാത്തറ്റിക് ആയിട്ട് വരും. പക്ഷെ ദിസ് ഈസ് എ മദർ റോൾ, കുറച്ച് യൂണിക് ആയിട്ട്. ആൻഡ് ഷൈനു ചവക്കാരൻ്റെ ഓരോ മൂവിയും ഗിവ്സ് മീ സം ഡിഫറെൻറ്റ് ക്യാരക്ടർ. മദറാണ് കൊടുക്കുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് മദർ. സോ ദിസ് വാസ് സംതിങ് യൂണിക് അവർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ. ആൻഡ് ഐ ലൈക്ക് ദ കാസ്റ്റിംഗ് ഓഫ് ദ ഫിലിം. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള എന്നെക്കാളും സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. രാധാ രവി സാർ അവർ പോലത്തെ ഉണ്ട്, പിന്നെ സമ്പത്ത് സാർ ഉണ്ട്, ഇങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ എൻ്റെ ജനറേഷൻ, പിന്നെ എൻ്റെക്കാൾ യങ്ങർ ജനറേഷൻ, ഒരു വളരെ യങ്ങർ ജനറേഷൻ, ബേബി ജനറേഷനാണ് ഇത്. ഇങ്ങനെ വെച്ചിട്ട് ദിസ് എ ടോട്ടൽ മിക്സ് ഓഫ് എവറിത്തിങ്. ആൻഡ് തമിഴ് താരങ്ങളും ഉണ്ട്, മലയാള താരങ്ങളും ഉണ്ട്, എല്ലാം അറിയപ്പെട്ടവരാണ്. ആൻഡ് എവറിബഡി ഒരു പ്രത്യേകമുണ്ട്. See, for example, she's got stunt in a movie. She has also got a stunt in a movie. But the stunt is difference ഉണ്ട് രണ്ടുപേരും. Okay. രണ്ടുപേരും ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ രണ്ടുപേരും രണ്ട് നായകന്മാരാണ്. പക്ഷേ they are of different age groups. Okay. പുരിയുത്. അപ്പോൾ ഇവർ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇവനൊരു മാറ്റർ ചെയ്യും.
പിന്നെ ഇവരുടെ ഏജ് ഗ്രൂപ്പിൽ ഇവർ ഒരു മാറ്റർ. സോ ഇറ്റ്സ് സംതിങ് യുണീക്. പക്ഷേ എവറിത്തിങ് റിവോൾവ്സ് ഓൺലി വൺ സ്റ്റോറി. ആൻഡ് അതിൽ വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് എ ലിറ്റിൽ ഹൊറർ മിക്സ്. നോട്ട് ഓൺലി ത്രില്ലർ, ഹൊറർ, ആക്ഷൻ, എവറിത്തിങ് ടുഗദർ. ഓക്കെ, ഇപ്പൊ എടുത്തു പറയാനായിട്ടുള്ള ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് മീ? ആ അതെ, ആ ക്യാരക്ടറിനെ എടുത്തു പറയാനായിട്ടുള്ള I belong to what to say, a king family, like a king family. അതിൽ നടക്കുന്ന കുറേ മാറ്റേഴ്സ് അത് അങ്ങനെ പോകും. സോ അത് ലിങ്ക്ഡ് ഹീറോ ലിങ്ക്ഡ് ആയിട്ട് വരും. ദാറ്റ് ഈസ് ദ സബ്ജക്ട്. പക്ഷെ അത് അതിന്റെ മോള് പറഞ്ഞ തിയേറ്റർ കാണുമല്ല ചാടുന്ന ചേച്ചി സിനിമ എല്ലാ കഥയും അതുകൊണ്ട് ഓക്കെ ഫൈൻ, ഇത് എന്തിനാ തിയേറ്ററിൽ പോയി കാണുന്നത്, ചാടുന്ന അത് ഇന്റർവ്യൂ ഇട്ട് കാണുക, അവരെല്ലാം പറയും കൃത്യമായിട്ട് പറഞ്ഞാൽ പറഞ്ഞു പോകും. അതുകൊണ്ട് എക്കാലത്ത് ലിങ്ക് ചെയ്യും. സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ക്യാരക്ടർ അങ്ങനെ പറയാനാണെങ്കിൽ മാമിന്റെ. ഓക്കെ, ഹീറോ ആയിട്ടുള്ള ഫസ്റ്റ് മൂവി അല്ലേ? സെക്കൻഡ് ഹീറോ ഒക്കെ. സെക്കൻഡ്, ഓക്കെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തോന്നിയത് സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി റെസ്പോൺസിബിലിറ്റി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്രൂ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, എൻ്റെ ക്രൂ. ഇപ്പോൾ സാറാണെങ്കിലും മാം ആണെങ്കിലും എല്ലാവരും ഇവരൊക്കെ എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട്, ഞാൻ അവിടെ ചെന്നാലും മണ്ണത്തിലോ കാണിക്കുമോ എന്നൊക്കെ. പക്ഷേ ഇവർ ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഡയറക്ടർ സൈനൊക്കെ ആണെങ്കിലും ഒത്തിരി ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക. അപ്പോൾ എനിക്ക് കംഫർട്ടായി. അപ്പോൾ കംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് സ്വാഭാവികമായി കൂടുമല്ലോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ ചെറിയ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണല്ലോ എനിക്ക് അത്യാവശ്യം നന്നായിട്ട്. ഞങ്ങളുടെ മാസ്റ്ററുണ്ട്, ഫൈറ്റ് മാസ്റ്ററുണ്ട്. ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റ് മാസ്റ്റർ നമുക്ക് രണ്ടുപേരുണ്ട്, ഡ്രാഗൺ ജിറോഷും പിന്നെ അഷ്റഫ് ഗുരുക്കളും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും നല്ല സീക്വൻസ് ആയിട്ട് വരും. അപ്പോൾ അവര് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏത് ടൈപ്പ് ഫൈറ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരുമ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ ചില സമയത്ത് ചില ഷോട്ടൊക്കെ കഴിയുമ്പോൾ ഞാൻ ഹാപ്പി ആവും. ബിക്കോസ് എനിക്ക് അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടി. ഈ സിനിമ ചെയ്തിട്ട് സാറിന്റെ കയ്യിലും മാമിന്റെ കയ്യിലും പഠിച്ചൊരു കാര്യം എന്താണ്? സാറിന് അവർ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അതെ. അപ്പോൾ ആദ്യം എനിക്ക് പറയുന്നത് പഠിച്ചതെന്ന് വെച്ചാൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും ഈഗോയിസ്റ്റിക് അല്ലാതിരിക്കുക, ആൾക്കാരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ട്രേറ്റ്. അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആണ്. അല്ലാതെ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യർ തന്നെയാണല്ലോ എത്ര ആർട്ടിസ്റ്റ് ആണെങ്കിലും. അപ്പോൾ അതെനിക്കിപ്പോൾ സാറാണെങ്കിലും മാം ആണെങ്കിലും ഇവരൊക്കെ എല്ലാവരും ഭയങ്കര ഹമ്പിളാണ്. ജാടയോ അങ്ങനെ നമ്മുടെ അടുത്ത് നീ ആദ്യമത്ത് വന്നില്ല, നീ അവിടെ ഇരിക്കുക, അങ്ങനത്തെ ഉള്ള ആറ്റിറ്റ്യൂഡൊന്നുമില്ല. അപ്പോൾ നമുക്ക് പഠിക്കാം, കണ്ടുപഠിക്കും. നമ്മൾ അങ്ങനത്തെ ഇത്ര ആർട്ടിസ്റ്റിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നമ്മളും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. ഓക്കെ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? ബിഗ് ബോസ് ആയിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് അടിപൊളിയായിരുന്നു. ഞാൻ ഒരുപാട് ഷോസ് ചെയ്തു, അതുപോലെ തന്നെ വലിയ വലിയ മൂവീസ് ചെയ്തു. ഇപ്പൊ റെഗുലാമും പിന്നെ വേറൊരു മൂവി റിലീസ് ആവാനുണ്ട്, വെബ് സീരീസ് ഉണ്ട്, ഹോട്ട്സ്റ്റാറിന്റെ വെബ് സീരീസ് നടക്കുന്നു. അങ്ങനെ അത്യാവശ്യം ബിസി ആയിട്ട് പോകും. ഇതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ്? ഇതിൽ ആക്ച്വലി സാർ എന്നെ വിളിക്കുന്നത്, നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഇല്ല, ഫസ്റ്റ് ടൈം. അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ ദേവസേന പോലത്തെ ഒരു ക്യാരക്ടറാണ്, കഥയൊക്കെ പറഞ്ഞത്. പിന്നെ നല്ല ബോൾഡാണ്, ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. പിന്നെ മോളെന്നല്ല മോനെന്നേ വിളിക്കുള്ളൂ. സാറ് ലൊക്കേഷനിൽ എന്റെ പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല, മോനെന്നെ വിളിക്കും. അപ്പോൾ മോനെ ഇതുപോലെയാണ്, ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, എന്തായാലും കൊള്ളാലോ. ഒരു ഈ ദേവസേന കേട്ടപ്പോ തന്നെ ഇങ്ങനെ ചെയ്യാന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. ആദ്യം ടെൻഷനാ വന്നത്. അതിന്റെ ഇടയ്ക്ക് മാം ആണ് എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, ഒരു സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ. ഇപ്പൊ അത് ഏത് ലൊക്കേഷനിൽ പോയാലും നമുക്ക് ഉണ്ടാവും. ഓരോ ലൊക്കേഷനിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ. പിന്നെ ജോയിൻ ചെയ്തതിന് പിന്നെ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര കൂളായിരുന്നു. അതുപോലെ തന്നെ ആദീഷ് ചേട്ടനായിരുന്നാലും ഭയങ്കര കൂളായി. പക്ഷെ എന്നോട് സൈനു സാർ സാരി ഉടുത്തിട്ടാണ് ഞാൻ ഈ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ടാസ്ക് ആണ്. പക്ഷെ ഞാൻ ചെയ്ത ഫൈറ്റിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് വേറൊരു പാറ്റേൺ ആണ്, ഒരു യുദ്ധത്തിന്റെ ആ ഒരു സ്റ്റൈലായിരുന്നു. പക്ഷെ കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എപ്പോഴും ഒരേ ക്യാരക്ടർ ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്. ഫൈറ്റ് ആണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അതേപോലെയായിരുന്നു.
അപ്പൊ ഈ മൂവിക്ക് മുന്നേ എന്തെങ്കിലും എഫേർട്സ് എടുത്തിട്ടുണ്ടോ ഇത് ചെയ്യാനായിട്ട്, പ്രിപ്പറേഷൻസ് ഒക്കെ? ഞാൻ ഒന്നും കൂടെയൊക്കെ ബാഹുബലിയൊക്കെ കണ്ടു. വേറൊന്നുമില്ല, നമ്മളിപ്പോ സാധാരണ കണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് വാച്ച് ചെയ്ത് പോകുന്നത്. ഞാൻ പിന്നെ ഒന്നും കൂടി എടുത്തൊന്നും കണ്ടില്ലേ. അപ്പൊ രമ്യ മാമൊക്കെ നടക്കുന്നതൊക്കെ ഞാൻ ഒന്നും. പക്ഷെ ഇതൊക്കെ കാട്ടിക്കൂടെയാണ് നടക്കണമെന്നല്ല, അവര് കൊട്ടാരത്തിൽ കൂടെയാണ് നടക്കുന്നത്. ഞാൻ വന്ന് ഇറങ്ങി വലിയ ഹീൽസ് ഒക്കെ ഇട്ടോണ്ട് ഇറങ്ങി. അപ്പൊ ഞാൻ നോക്കി ഈശ്വര കാട് ക്യാമറ ഇങ്ങനെ സ്ട്രേറ്റ് ലുക്ക് നോക്കി നടക്കണം. പിന്നെ ഈ ഫൈറ്റ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് കറങ്ങുന്നതാണെങ്കിലും നമ്മൾ സാരി ഉടുത്തിട്ട് കറങ്ങാന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. സാരി അഴിഞ്ഞു പോകുമെന്ന് ഒരു ടെൻഷൻ, അതാണ് ആദ്യത്തെ ടെൻഷൻ. കാരണം അഴിഞ്ഞാ പോയി ലൊക്കേഷൻ ഇല്ല. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയൊന്നും ഇല്ല. നല്ല രസമായിരുന്നു. സീനൊക്കെ കൊറിയ ചെയ്തതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു, ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു ഒരു ദിവസം. നൈറ്റല്ല, രാവിലെ 7 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സീനൊക്കെ എടുത്തത് രാത്രി 2:30-3 മണിക്കാണ്. 3:30 മണിക്കാണ്. നിങ്ങളെല്ലാം ഉറങ്ങി വരുമ്പോഴത്തേക്ക് എന്റെ സീന് അതും റെഡി. എന്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ടൊക്കെ എന്നെ കാണുമ്പോഴത്തെ വിറയ്ക്കുക. കാരണം ഒന്നും ഉറക്കത്തിൽ നിന്നാണല്ലോ എഴുന്നേറ്റ് വരുന്നത്. പിന്നെ ഒറിജിനൽ വിളക്കൊക്കെയാ കയ്യിലിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്നൊരു ടെൻഷൻ അവർക്കുണ്ട്. പക്ഷെ ഓക്കെ ആയിരുന്നു. ഞാനുമല്ല, ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫ് ബ്ലെസ്സിങ് കൊണ്ട്, ദൈവത്തിന്റെ ബ്ലെസ്സിങ് കൊണ്ട് നന്നായിട്ട് പോകും. ഓക്കെ, ഫസ്റ്റ് ഡേ മെമ്മറി എന്താണ്? ഇതിൽ മരിയ സുഹ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. ഓഡീഷന് പോയപ്പോൾ സയൻസ് ഡയറക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിശ ഓടാനും ചാടാനും ഒക്കെ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ ഫസ്റ്റ് ലൊക്കേഷനിൽ ചെന്നു, ബാക്കപ്പ് ആകുന്നവർ അത് തന്നെയായിരുന്നു. ഓട്ടം ചാട്ടം വെയിറ്റ് ലോസ് ആയോ? കുറച്ച് ഇത്തിരി. എന്നുവെച്ചാൽ നമുക്കങ്ങനെ ഡ്യൂപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ റോപ്പിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ, നല്ലൊരു ടീം ഉണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഫൈറ്റ്. രണ്ടുപേരും പുള്ളിയോട് ഞാൻ ലൈവ് കണ്ടില്ല അല്ലേ? ഇല്ല, ട്രെയിലർ. വളരെ സോഫ്റ്റ് ലുക്കാണ്. ആദ്യത്തെ ചിത്രമാണ്, ആദ്യത്തെ ചിത്രം. പിന്നെ അതിലെ തന്നെ സ്റ്റണ്ട് എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ഫുൾ മേക്കപ്പ് ആക്കി നല്ല ഗ്ലാമർ ആയിട്ട് തോന്നണം. എല്ലാ പെൺപിള്ളേർക്കും അത് ഉള്ളതാണ്. ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു ഹാത്രാഭാവം ഡ്രീം പോയി ഇങ്ങനെ എല്ലാവരും എല്ലാ പെണ്ണുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവർ വെച്ചാൽ നമ്മൾ പെർഫോമൻസിൽ വെച്ചു. പെർഫോമൻസ് ഷോ. അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു ആക്ഷൻ ഫിലിം. ഇതിന് ഒരു മേക്കപ്പ് ഇല്ല. വലിയ വലിയ ഇയറിങ്സും ഇങ്ങനെ ഗ്രാൻഡ് കോസ്റ്റ്യൂംസ് ഒന്നും നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ദാറ്റ് യൂഷ്വൽ ദാറ്റ് കൈൻഡ്, ജസ്റ്റ് എ വാരിയർ കൈൻഡ് ഓഫ് എ ഡ്രസ്സിംഗ്. ഷി വാസ് പ്രിപ്പയർഡ് ടു ഡു ഇറ്റ്. ചെയ്യില്ല. 2 കാര്യം കൊണ്ട്, ഒന്ന് പേടി, സ്റ്റണ്ട് ചെയ്യാനുള്ള പേടി. നെക്സ്റ്റ് നമ്മൾ ഗ്ലാമർ ആയിട്ട് തോന്നില്ലല്ലോ. അപ്പൊ നമുക്ക് കവർ പേജ് കിട്ടുമോ? കവർ പേജ് നമ്മൾ ഫേസ് കിട്ടും. എന്ത് കളർ ലാഷസ്, ഐ ഷാഡോ എന്താണ് കളർ, ബ്ലഷ് ഓൺ എന്ത് കളർ, അത് എന്ത് ഡ്രസ് ഇട്ട എന്ത്, ഇങ്ങനെ ആലോചിക്കുന്ന ഗേൾസിന്റെ മധ്യ ഷീസ് എ യൂണിക് പേഴ്സൺ. വെരി ഹാർഡ് വർക്ക്, വെരി ഹാർഡ് വർക്കിംഗ് ഗേൾ. ഞാൻ ഫസ്റ്റ് വന്നപ്പോഴും നോർത്ത് ഇന്ത്യൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, മലയാളി അല്ലെന്നാ വിചാരിച്ചു. പിന്നെ അടുത്തുള്ള ചേച്ചിന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മലയാളമല്ലേ സംസാരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് സ്റ്റണ്ട് എന്തെങ്കിലും പഠിച്ചോ? പഠിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അഷ്റഫ് ഗുരുക്കളാണെങ്കിലും ഡ്രാഗൻ ജെറോഷ്, അവര് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ആദേശ് പാല സാറാണെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അരവിന്ദ്, எல்லாரும் சார்மலா மேம், எம்ஏ ஜிஜி எல்லாமே ஒவ்வொரு ஆர்டிஸ்டும் சப்போர்ட் பண்ணி எல்லாரும். സാറിന് ഇവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? எனக்கு எக்ஸ்பீரியன்ஸ் டயலாக் ഇവർ ഒരാളെ കൊണ്ട് ലൊക്കേഷൻ എല്ലാരും തമിഴ് പഠിച്ചു. സംസാരിച്ചു கரெக்டா முக்கியமான நான் மலையாளம் படிக்கலான்னு ஒரு இது, அவங்க என்கிட்ட தமிழ் கற்றுக்கிச்சு. நான் மலையாளம் கடைசியில் படிக்கல. ஆனால் எல்லாருமே இன்ட்ரெஸ்ட் டு ஸ்பீக் தமிழ் எல்லாருமே. ஸோ நான் மலையாளம் படிக்கலான்னு யார்கிட்ட பேசுனா அவங்க என்ன தமிழ் பேசு. நான் எப்போ மலையாளம் படிக்கிறேன். ஆனால் டயலாக்கு ஷூட்டிங் அப்போ வந்து டயலாக்டர் கொடுக்கும்போது அதிசா கூட பேசும்போது அது என்ன மாடரேஷன், அதிசாலாம் கேட்கும், இந்த மீனிங் இந்த டயலாக் அப்படி சொல்லணும். அது மாதிரி சில ஆர்டிஸ்ட்லாம் சொல்லும். அது மாதிரி எல்லாருமே ஸ்கிரிப்ட் மலையாளத்திലാണോ തന്നത്? மலையாளத்தில் கொடுக்கும். நான் தமிழில் என்னன்னு தமிழ் இங்கிலீஷில் எழுதிக்கும் அந்த டயலாக்ஸை. இங்கிலீஷில் எழுதி
தங்கிலீஷ் அப்படின்னு ஒன்று இருக்கு. அது மாதிரி மங்கிலீஷ், இங்கே மங்கிலீஷ், தமிழில் தங்கிலீஷ், இங்கே மங்கிலீஷ். ஆமாம், மங்கிலீஷில் எழுதிக்கிட்டு அது மங்கிலீஷில் தங்கிலீஷில் எழுதிட்டு அப்படி படித்து இப்போ ப்ராம்ப்ட் இல்லாமல் பண்ணிடுச்சு. அதுக்கு வந்து கூட இருக்க கோஆர்டிஸ்ட்லாம் நல்ல சப்போர்ட் பண்ணிச்சு எல்லாருமே. இவங்க ஃபைட்டை சரி பயங்கரம் ஃபைட் பண்ண, நானே சிலர் அப்படி தூக்கிலாம் போடும், நானே பயம் பார்த்துட்டு இருக்கேன் எப்படி விழப்போகுதுன்னு. ஆனால் விழுந்து திருப்பி வச்சு இப்படி நிற்கும். பயங்கரமான ஆள் பார்த்து அப்படி அப்படி விழுந்தாலும் அப்படி எதிர்த்து நிற்கும், ரியல் ஃபைட்டர் மாதிரி நிற்கும். பயங்கரமா இருக்கு. அது மாதிரி ரம்யா பண்ணிக்க அது தனியாக போய் பண்ணிக்கும், இலகி பின்னாடி போய் நாங்க பண்ணிக்கிறோம். இங்க வந்து அப்படிதான் நிக்கும். ரம்யா பண்ணிக்க அதே மாதிரி தான். ആക്ച്വലി പറയാനുണ്ട്, ഇവരെല്ലാം ഇങ്ങനെ ചെയ്ത കാരണം എന്ന് വെച്ചാൽ ഷൈൻ ചോക്കാരൻ ഡയറക്ടർ. റിയൽ ക്രെഡിറ്റ് ഗോസ് ടു ഷൈൻ ചോക്കാരൻ ഡയറക്ടർ. എല്ലാവരും ന്യൂ ഫേസ് ആക്കുന്ന കുറച്ച് ഇച്ചിരി ചുരുങ്ങിയ ഫേസോ ഒരു മോശം വാർത്തയോ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ചിരിച്ചുകൊണ്ട് ഇവർ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യും. സിനിമ കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ഈ ഡയറക്ടർ ഇറിറ്റേറ്റഡ് ക്യാരക്ടറാണ്, നമ്മൾ എന്തിനാ ഈ മൂവിക്ക് വന്നത്? ഞാനങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് എന്തിനു വന്നു. ഓ அப்படியா? അല്ല ஓகே, கேன்சல் பண்ணு கட் பண்ணு, இத கட் பண்ணி எடுத்து இல்ல அங்க எடுத்து போ. ഇവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല എൻകറേജ്ഡ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട് ഡയറക്ടർ. അതുകൊണ്ടാണ് ദേ ആർ ഏബിൾ ടു ഡു ദ ജോബ് പ്രോപ്പർലി. ഇല്ല ഒരാളെടുത്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് അത് ഒരു വാക്കായിട്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് അത് സെൻസിറ്റീവ് ആയിട്ടാവും. ഇത് എൻകറേജ്മെന്റ് ഇസ് ഫ്രം ദ ഡയറക്ടർ. இப்படிதான் இருக்கும் ஷூட்டிங் ஸ்பாட். இப்போ எப்படி நாங்க இன்டர்வியூ கொடுக்குதுல்ல, இது மாதிரி தான் ஷூட்டிங் ஸ்பாட் இருக்கும். ஓகே, மனசில இப்போ எப்படி இங்க எப்படி இருக்கும் ஹாப்பியா, அங்கேயும் அப்படிதான் ஃபைட் முடிச்சுட்டு வந்து ஜாலியா உட்காந்து பேசிட்டா இருக்கும். இப்படிதான் ஷூட்டிங் ஸ்பாட்டே இருக்கும். അപ്പൊ ലൊക്കേഷനിൽ കുറെ ഫണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പൊ ലൊക്കേഷൻ ഫണ്ണ് കേൾക്കാൻ ഇനി ലൊക്കേഷൻ ഫണ്ണ് എന്താണ് ഉള്ളത്? ലൊക്കേഷൻ ഫണ്ണ് വെച്ച് കഴിഞ്ഞാൽ എപ്പോ ഏത് ഇൻസെക്ട് വരും, എവിടെ രക്ഷപ്പെട്ട് നമ്മുടെ ചേര തല്ലി വെച്ച് പോകും. രാവിലെ വെയിൽ ഇവിടെ ഇരുന്നെങ്കിൽ എല്ലാവരും അവിടെ പ്ലാസ്റ്റിക് ചേര തൂക്കി കൊണ്ടുപോയി വെച്ചുകൊണ്ട് ഇവിടെ രാവിലെ ഇരുന്ന പിന്നെ അവിടെ പോകും. പിന്നെ അവിടെ ഇരുന്ന് എവിടെ കൊതുക് വരും, എവിടെ സ്കോർപിയൻ വരും, എവിടെ എന്ത് വരും ഞങ്ങൾ പെടുത്തല്ലോ. நிறைய பண்ணாரு. ஹாட் வெயில் வரும்போது சேர் அழகு தீர்த்து போயிடும். ஷிஃப்ட் ஆகி சேர் ஷிஃப்ட் ஆகி இப்படி போயிட்டு கடைசி உள்ள போயிடும். அப்படியே லாஸ்ட் டே வந்து நான் ஷூட் ചെയ്തപ്പോൾ ഒരു ഭയങ്കര ഒരു ബംഗ്ലാവാണ്, നൈറ്റ് ടൈം ആണ്. இது அக்கா ஒரு நிமிஷம், இது அக்கா சொல்லிருக்கு, நான் இது சொல்லியே அவனுக்கு விட இந்த பண்ணு கேட்டது இல்ல. ஒரு பெரிய பங்களா மாதிரி ஷூட் உண்டு. நான் அப்போதான் அந்த இடத்துக்கு வந்திருக்கு. நான் ஒரு நிறைய ஆர்டிஸ்ட் அப்பதான் எடுத்து வந்திருக்கு. அந்த பின்னாடி பாத்ரூம் இல்லை அக்கா, இப்படிதான் எல்லாரையும் சொல்லி விட்டுரும். அந்த பாத்ரூம் யாரும் போகாத, அங்க போனா என் கை வருது ஏதோ ஒரு வருதுன்னு சொல்லிடும், சவுண்டு கேக்குது இப்படி ஏதாவது சொல்லி விட்டு அதுக்கு 4 பேர் அங்க பாத்ரூம் போவாரு. அர்ஜென்டானா கூட அர்ஜென்டா தான் வந்தா கூட யாரோ கூட வாங்க அப்படிதான். இப்படி அது பண்ண நைட் டைம் எல்லாரும் குரூப் ஆயிட்டு வீட்டு பண்ணா பாத்ரூம் போயிடும். ஆறாருக்கு ஒரு பஸ் பீன் ஆகிட்டு கலெக்ஷன் வரும் கேரிக்கோளை அங்கே நீங்கள் ஃபுல்லு குரூப் ஆயிட்டு ஒரு 4-5 லேடிஸ் பாத்ரூம்ல பஸ் ஆயிட்டு போகும். அது ஒரு ஃபன்னான. ஆமா, பயங்கர பண்ணிட்டு அந்த பில்டிங்கே அப்படிதான் இருக்கும், ஷூட்டிங் ஸ்பாட்டே அப்படிதான் இருக்கும். ஆனா இடத்துல ஒரு ஆள் மட்டும் தனியா இருக்குது, அவ்வளோ இருட்டா இருக்கும் இடத்துல. அந்த பில்டிங்கோட ஓனர் இடத்துல உண்டு. எப்படி ஈயால் மட்டும் இருக்கு தனியா? இந்த சந்திரமுகி படத்துல சந்திரமுகி படம் கண்டா, அதுல ஒரு ஆள் மட்டும் பெயிண்ட் அடிச்சு, அதுல ஒரு ஆள் மட்டும் பெயிண்ட் அடிச்சு, ஒரு ஆள் மட்டும் அந்த பில்டிங்ல பெயிண்ட் அடிச்சிட்டு இருக்கும். அப்போ வடிவேல் அந்த ஒரு ஆள் மட்டும் எப்படி பில்டிங்ல பெயிண்ட் அடிச்சிட்டு இருக்கு அப்படின்னு கேட்கும். அது அந்த மாதிரி அங்க வந்து அந்த ஒரு ஆள் மட்டும் தான் இருக்குது. അതായത് അവിടെയുള്ള പ്രേതത്തിന്റെ ഫേവറേറ്റ് പേഴ്സൺ ആയിരിക്കും അത്. give me 5 baby, give me 5. அக்கா இது மாதிரி நிறைய கோஸ்ட் ஸ்டோரிலாம் சொல்லிட்டே இருக்கு. இதுதான் எங்க பண்ணு. எனக்கு தோணியതാണ്, കാരണം ഞാൻ പോയപ്പോൾ 2 പേര് എന്നോട് പറഞ്ഞത് நிறைய ஸ்டோரி சொல்லி இதனால தனியா ரூம் கூட படுக்க வீட்டுல ஹோட்டல் ரூம் இருக்குல்ல, அவங்க கூட படுக்க கூடாது அக்கா. அங்கே ஏதாவது கோஸ்ட் ஸ்டோரி சொல்லிட்டு இங்கே போகும்போது இந்த ரூம்ல நான் போச்சு நேத்து ஒருத்தர் கேட்டு பேடிச்சோ எந்த நான் அப்ப நானும் ஜீவன் நானும் ஆளு என்ன லுக்கு இருந்தாலும் அங்க தனியா படுக்கும்போது அப்படின்னா அப்படி போகும்
ஏன்னா ஃபுல் இருட்டாக இருக்குல்ல, ஃபுல் டார்க் ஆகும். ஒரு அக்கா சொன்ன மாதிரி இருக்குமோ அப்படின்னு ஃபீல் ஆகும். அப்புறம் ஏதோ ஸ்க்ரீன் ஆடும், திருப்பா ஸ்க்ரீன் ஆடும். நம்ம படத்தோட ஞாபகத்தில் படம் ஞாபகம் வந்துடும், அக்கா ஞாபகம் வந்துடும். இது மாதிரி நேற்று ஒரு ஆள் நாங்கள் ஷூட்டிங் நான் ஒரு முடிச்சு வந்தது, ஃபுல் அந்த லாட்ஜில் ஃபுல் கரண்ட் கட்டு. ஒரு ஆள் கீழே வந்து நின்றுச்சு, அந்த படுக்கவே போல, படுக்கல. இல்லை சார் அங்கே ஏதோ சவுண்டு கேட்குது. அந்த ரூம்ல நான்லாம் படுது. இல்லை சார் ஃபுல் கரண்ட் கட்டு, அதனால என்னாச்சுல கரண்ட் மேலே படுத்து ஒன்றும் சார், ஏதோ கூப்பிடுற மாதிரி இருக்குன்னா யார் கூப்பிடுது இப்படி. அக்கா கோஸ்ட் ஸ்டோரியா சொல்லி எல்லாரும் ஒரு மாதிரி கோஸ்ட் எதை பார்த்தோம் டார்க்கா இருந்தா ബാത്റൂം പോയി. ഓക്കെ, ആദ്യം ടാപ്പ് ഞാൻ ഓപ്പൺ ചെയ്തില്ല, ക്ലോസ് ആയിരുന്നു. പിന്നെ ഓപ്പൺ ചെയ്തു. പിന്നെ തിരിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഓപ്പൺ ആയി. അത് എനിക്ക് അങ്ങനെ തോന്നിയതാണോ അത് സത്യത്തിൽ സംഭവിച്ചതാണോ എനിക്കറിയില്ല. ഞെട്ടി അത് വന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, இந்த மாதிரி சொல்லி போகாது இருக்கு. நாங்க பாத்ரூம்ல போல, நான் ஜென்ஸ் எல்லாம் பாத்ரூம்ல போல, வெளியே தான் போகுது. எல்லாரும் அப்படிதான். நீங்க வீட்டுல ஒரு எல்லா பிள்ளைங்க அப்பா கூட இருந்தா எல்லாரும் போயிட்டா தனியா போட்டுக்காது. நாங்க இது மாதிரி ஷார்ட் ஃபிலிம் அது மாதிரிலாம் இருக்காதுல்ல. என்னன்னா தனியா இருந்தா எல்லா ஜீவனுக்கும் சவுண்டு, ஒரு வாட்டர் சவுண்டு கேட்டுனாலும் எல்லாரும் நினைச்சு வந்துடும். இந்த மாதிரி அடிக்கடி கோஸ்ட் ஸ்டோரி எல்லாம் கேட்டதுன்னா இன்னும் பயம் வந்துடும். அதுல இந்த ஓய இப்படி தான் இல்லை, இன்னும் நல்லா இருந்தா கூட பயப்படும் அந்த மாதிரி. ஸோ எல்லாமே இந்த மாதிரி அந்த பங்களா இந்த மாதிரி இடம்லாம் வந்து ஃபன் நிறைய இந்த மாதிரி அந்த மாதிரி இருந்துச்சு. സ്ക്രീനിൽ മാമും ആയിട്ടുള്ള ഒരു ഹീറോയിൻ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? யாரு ஹீரோயின் எக்ஸ்பீரியன்ஸ்? ഹീറോയിൻ உங்க எக்ஸ்பீரியன்ஸ்? ஹீரோயின் எக்ஸ்பீரியன்ஸா? இல்ல, என்னோட எக்ஸ்பீரியன்ஸ். நான் ஹீரோயின் முடிச்சு நான் ஹீரோ பண்ணும்போது ஒரு இந்த மூவி முன்னாடி தமிழில் ஒன்று பண்ணியிருக்கு, பட் அதுவும் ஆக்ஷன் பேஸில். ஸோ இதில் ரொமான்டிக் சீன்ஸ்லாம் வரும் பார்த்து வரல, அது ஃபீலாக தான் இருக்கு. മനസ്സിലായി? அதுதான் ஹீரோக்கு சங்கடமா இருக்கும்ல. அப்படி அது உண்மையா ஒரு ஃபுல் அண்ட் ஃபுல் ஆக்ஷன் ஸ்டோரிஸ் பேஸ்ட் ஆன் மீ. ஸோ அப்போ வந்து அந்த எனக்கு உண்மையாக ரொம்ப சந்தோஷமா இருக்குது. ஆக்டராக வந்து நான் ஹீரோ ஃபர்ஸ்ட் படம் மலையாளத்தில் பண்ணியிருக்கு. எல்லாமே வந்து எல்லாமே இந்த கேரக்டர் உண்டு. ஒரு ஆக்ஷன், ஒரு சாஃப்ட் கேரக்டர் உண்டு, ஒரு நெகட்டிவ் கேரக்டர் உண்டு, ஃபைட் ஆக்ஷன் எல்லாமே உண்டு. இது வந்து மக்கள் வந்து பார்த்து அக்செப்ட் பண்ணிட்டா ஐ வெரி மச் ஹாப்பி. அதுதான் நான் ஹீரோவாக நினைக்கிறேன். ஹீரோன்றது ஒன்றும் இல்லை, நான் ஸ்டோரியோட கேரக்டர், ലീഡ് ക്യാരക്ടർ, അതുതാണ് ഞാൻ ഫീൽ പണത്. ഓക്കെ, ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഓഡിയൻസോട് പറയാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് ഒരുമിച്ച് നിന്നിട്ട് ഒരു അവർ മാക്സിമം എഫേർട്ട് കൊടുത്ത് വി ഹാവ് ഡൺ ആ ലെവൽ ബെസ്റ്റ് ഇൻ ദിസ് മൂവി. സോ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ വന്ന് കാണണം. തിയേറ്ററിൽ വന്നാലേ അതിൻ്റെ എഫക്റ്റും അതിൻ്റെ ഒരു സൗണ്ട് എല്ലാം അതിന് ഇവർ അത് OTT-യിൽ പോയി കാണരുത്. കാരണം നിങ്ങൾ നഷ്ടക്കാരായി പോകും. പക്ഷേ ആ തിയേറ്ററിൽ കാണുമ്പോഴാണ് ഇങ്ങനെപ്പെട്ട ഒരു മൂവിന് ശക്തി അധികം. Because this is not a romantic film or it's not a musical film or whatever. So ഇങ്ങനെപ്പെട്ട ഒരു മൂവി നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. So എല്ലാവരും ഫാമിലിയോട് വന്ന് കാണാൻ പറ്റിയ ചിത്രമാണ്. So everybody can come with the families and see these movies. Okay, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. இது வந்து இந்த மூவி க்ளீனாக ஃபுல்லாக வந்து தியேட்ரிக்கல் மூவி, இட்ஸ் நாட் அ OTT மூவி, இல்லை செல்லில் பார்க்குற மூவி இல்லை. இது வந்து தியேட்ரிக்கல் எக்ஸ்பீரியன்ஸ் உள்ள மூவி. ஸோ டோட்டல் டீம், டைரக்டர் அண்ட் ப்ரொடியூசர் எல்லாருடைய ஹார்ட் ஒர்க் இருக்குது. ஸோ அதை வந்து மக்கள் வந்து தியேட்டரில் பார்த்து ரசித்து இந்த மாதிரி மூவிக்கு சப்போர்ட் பண்ணால் இந்த மாதிரி ஒரு டிஃப்ரெண்ட் மூவிஸ் வந்து நிறைய பேர் பின்ன எடுக்கும், நிறைய லாபம் எடுக்கும். அதனால் ஸோ எல்லா மக்களும் தியேட்டர் வந்து பார்த்து எங்களுக்கு சப்போர்ட் பண்ணணும்னு February 6, that is very important. Coming February 6 வந்து எல்லாரும் தியேட்டர் வந்து பார்த்து ஸோ எங்கள் எல்லாரையும் சப்போர்ட் பண்ணணும்னு நாங்கள் எல்லாரும் வேண்டி விரும்பி எங்களுக்கு கேட்டு. അതെ, അപ്പൊ തിയേറ്ററിൽ കാണാം. ബൈ. Thank you.